ആലപ്പുഴയിൽ 32 LP സ്കൂൾ അധ്യാപകരെ PSC വഴി നിയമിച്ച അധ്യാപകരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിരുന്നു. ആ ഉത്തരവ് എന്തായാലും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അധ്യാപകരുടെ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് എന്തായാലും ഇപ്പോൾ ആ ഉത്തരവിൽ നിന്ന് സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു നിലയുണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് നേരത്തെ ആലപ്പുഴ DD ഓഫീസിലേക്കൊക്കെ അധ്യാപകർ നടത്തിയിരുന്നത്. എന്തായാലും വലിയ തോതിലുള്ള സർക്കാരിൻ്റെ ഒരു അനാസ തന്നെയാണ് ഉണ്ടായിരുന്നത്. നേരത്തെയൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഈ പുനർവിന്യസിക്കുകയായിരുന്നു സാധാരണ നിലയിൽ ചെയ്തുകൊണ്ടിരുന്നത്. സർക്കാർ ജീവനക്കാരെയൊക്കെ ഇത്തരത്തിൽ പുനർവിന്യസിപ്പിക്കും. ആ നടപടികളിലേക്കൊന്നും പോകാതെ നേരിട്ട് ഇത്തരത്തിൽ PSC വഴി നിയമിതരായിട്ടുള്ള 32 അധ്യാപകരെയാണ് പിരിച്ചുവിടുന്ന ഒരു നിലയിലേക്ക് ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം ആലപ്പുഴയിൽ ഉണ്ടാകുന്നതും ഇപ്പോൾ ഇതാ ആ നടപടി റദ്ദാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നതും. ആകെ 80 അധ്യാപകരുടെ തസ്തികകളാണ് നഷ്ടപ്പെട്ടത്. അതിൽ 48 പേരെ പുനർവിന്യസിപ്പിച്ചു. 32 പേരെയാണ് മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ പിരിച്ചുവിടേണ്ടി വന്നത്. അധ്യാപകരുടെ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നത്. ഷാജഹാൻ, അധ്യാപകരുടെ വലിയ പ്രതിഷേധം അത് ഫലം കണ്ടിരിക്കുകയാണ്. ഈ 32 പേരെയും പിരിച്ചുവിട്ട നടപടി റദ്ദാക്കിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും 32 അധ്യാപകരെയാണ് ആലപ്പുഴയിൽ നിന്ന് പിരിച്ചുവിട്ടത്. PSC വഴി നിയമിച്ച അധ്യാപകരാണ്. ഇവരെ പിരിച്ചുവിട്ട സമരമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഈ സമരം വിജയിച്ചിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാറേ, ഇത് പൂർണ്ണമായിട്ടും പൂർണ്ണമായും മരവിപ്പിച്ച് എല്ലാ ഉത്തരവും മരവിപ്പിച്ച് സമരത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എല്ലാ ഉത്തരവുകളും മരവിപ്പിച്ച് ആലപ്പുഴ ജില്ലയിൽ നടക്കാത്ത HM പ്രൊമോഷൻ നടത്തും. അത് നടത്തി വരുന്ന ഒഴിവുകളിൽ മുഴുവൻ അധ്യാപകരെയും നിയമിക്കും. ഇപ്പൊ ഇറക്കിയിരിക്കുന്ന 2 ഉത്തരവുകളും മരവിപ്പിക്കുമെന്ന് ഉറപ്പ് വന്നിട്ട്. എത്ര അധ്യാപകരാണ് ഇപ്പോൾ? 37 അധ്യാപകരാണ്. അവരെ മുഴുവൻ നിലവിലുള്ള സ്ഥിതി തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അധ്യാപകരൊക്കെ PSC വഴി നിയമിച്ചവരല്ലേ? PSC വഴി നിയമിച്ചവരാണ് മുഴുവൻ അധ്യാപകരും. വേറെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇവരെല്ലാം പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ യാതൊരു ദാക്ഷിണ്യമില്ലാതെ ഈ 37 എണ്ണത്തിന് ഇന്നലെ ഒരു ഒറ്റ ഉത്തരവ് കൊണ്ട്, രാത്രിയിലെ ഉത്തരവ് കൊണ്ടാണ് വെളിയിൽ കടന്നിരിക്കുന്നത്. 37 എണ്ണവും വെളിയിൽ പോയിരിക്കുകയാണ്. സ്ത്രീകളാണ് കൂടുതൽ സ്ത്രീകളാണ് അതിലുള്ളത് മുഴുവൻ. തീർച്ചയായിട്ടും 32 അധ്യാപകർ, 37ഓളം വരുന്ന അധ്യാപകരാണ് PSC വഴി നിയമിച്ച അധ്യാപകരാണ്. മുൻകാലങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ അധ്യാപകരെയൊക്കെ തന്നെ പുനഃക്രമീകരിച്ച് മറ്റ് തസ്തികകളിലേക്ക് പ്രൊമോഷൻ കൊടുത്ത് അവരെ നിലനിർത്തുമായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 37 അധ്യാപകരെ പിരിച്ചുവിടാനുള്ളൊരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. 32 അധ്യാപകരെ പിരിച്ചുവിട്ട ആ ഒരു നടപടി എന്തായാലും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിനടക്കം അവരുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അധ്യാപകരുടെ വലിയ പ്രതിഷേധമാണ് ആലപ്പുഴയിൽ അടക്കം ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാനായി സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് തുടരുന്നത്. ഷാജഹാൻ, മുൻ സർക്കാരിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ അധ്യാപകരെയോ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരെയോ ഒക്കെ പുനഃക്രമീകരിക്കുന്ന ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിക്രൂരമായ ഒരു നടപടി എന്ന് തന്നെ വേണം പറയാൻ. PSC വഴി നിയമിതരായിട്ടുള്ള അധ്യാപകരെ പോലും പിരിച്ചുവിടുന്ന ഒരു നിലയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്താണ് ഇതിന് കാരണമായിട്ട് ഇവർ പറയുന്നത്? ഇത്തരത്തിലുള്ളൊരു ചട്ടവിരുദ്ധ നടപടി എന്നതിനെ പറയേണ്ടതില്ലേ? തീർച്ചയായിട്ടും നിയമപരമായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഇത്തരം അധ്യാപകർക്ക് ഏതെങ്കിലും തരത്തിൽ കുട്ടികളുടെ കുറവ് വന്നാൽ പോലും ആ അധ്യാപകരെ നിലനിർത്തിക്കൊണ്ടും PSC വഴിയുള്ള അധ്യാപകരെ നിലനിർത്തിക്കൊണ്ടും പോകുന്ന ഒരു പ്രക്രിയയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ ഒരു ഉത്തരവിറക്കിക്കൊണ്ടും ഇന്ന് രാവിലെ സ്കൂളിലേക്ക് എത്തിയ അധ്യാപകരെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതാണ് വളരെ പ്രകോപിതരായിട്ട് അധ്യാപകർ പെട്ടെന്ന് തന്നെ DD ഓഫീസിലേക്ക് എത്തുകയും എന്നാൽ ഈ 37 അധ്യാപകരെ പിരിച്ചുവിട്ടു എന്നുള്ളൊരു വാർത്തയാണ് അവർ വളരെ ഞെട്ടലോടുകൂടി കേട്ടത്. ഏതാണ്ട് 5 വർഷവും 10 വർഷവും അതിലധികം സമയം സർക്കാർ സേവനം നടത്തിയ അധ്യാപകരെയാണ് PSC വഴി നിയമനം ലഭിച്ച അധ്യാപകരെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ പിരിച്ചുവിട്ടു. അതിലുള്ളൊരു പ്രതിഷേധമാണ് കാണാൻ സാധിച്ചത്. ഇടതുപക്ഷ അധ്യാപക സംഘടന DD ഓഫീസിനുള്ളിൽ കയറി DDയെ തടഞ്ഞു വെച്ചുകൊണ്ട് സമരം നടത്തുകയും ഉത്തരവ് റദ്ദ് ചെയ്യിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് ആ അധ്യാപകരെയൊക്കെ തന്നെ വീണ്ടും ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു അനുമതി ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ അധ്യാപക സംഘടനാ നേതാക്കൾ നമ്മോട് വ്യക്തമാക്കിയത്. ഷാജഹാൻ, ഈ ആലപ്പുഴയിൽ മാത്രമാണ് 32 പേരെ പിരിച്ചുവിട്ടത്. മറ്റു ജില്ലകളിലൊക്കെ ആയിട്ട് കൂടുതൽ പേർ ഇത്തരത്തിലുള്ള പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്ന അധ്യാപകരും മറ്റു ജീവനക്കാരും ഒക്കെ ഉണ്ട്. അവർക്ക് കൂടി ഒരു ആശ്വാസമാവുകയാണ് ഈ ഒരു വിധിയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോൾ ഇന്നലെ രാത്രി ഒരു ഉത്തരവിറങ്ങിയത് ആലപ്പുഴയിൽ മാത്രമാണ്. 37 അധ്യാപകർ സമാനമായ രീതിയിൽ ഇതേ കണക്കിൽപ്പെട്ട അധ്യാപകർ
സംസ്ഥാനത്തെ 14 ജില്ലകളിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 500-ലധികം അധ്യാപകർ ഇതേ സാഹചര്യത്തിൽ പുറത്തു പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നടന്ന സമരം ആ അധ്യാപകർക്ക് കൂടി വളരെ ഗുണം വന്നിരിക്കുകയാണ് കാര്യം. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അവരെ കൂടി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ആലപ്പുഴയിലെ അധ്യാപക സംഘടന ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ അധ്യാപകർക്കൊക്കെ തന്നെ തിരിച്ച് ജോലിയിൽ കയറാൻ സാധിച്ചത്. ഇടതുപക്ഷ സംഘടനയുടെ സമരം കണ്ടുകൊണ്ട് ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട അധ്യാപക സംഘടനയും സമരത്തിന് വന്നിരുന്നു. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കൂടി ചേർന്നാണ് ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുകയും ഇപ്പോൾ ഈ ഉത്തരവ് റദ്ദ് ചെയ്യുകയും ചെയ്തത്. എന്നാൽ ഇടതുപക്ഷ സംഘടന രാവിലെ തന്നെ DD ഓഫീസിലെത്തുകയും DD ഏതാണ്ട് 1 മണിക്കൂറോളം തടഞ്ഞു വെച്ച് ഉത്തരവ് പിൻവലിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത കാര്യം. അതിന് പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ 10 വർഷത്തിന് മുൻപ് അല്ലെങ്കിൽ 10 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ കുറവുണ്ടായിട്ടുണ്ട്, അല്ല അധ്യാപകർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഘട്ടത്തിലൊക്കെ തന്നെ അവരെ പുനഃക്രമീകരിച്ചുകൊണ്ട് അവരുടെ ജോലി നഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം ഒരുക്കുക കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇടതുപക്ഷ സർക്കാർ ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ ഇവർക്ക് അത് ചെയ്തു കൊടുക്കണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഒട്ടനവധി അധ്യാപകർക്ക് എച്ചമായിട്ടും അതോടൊപ്പം തന്നെ പ്രൊമോഷൻ ഒരുപാട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. നിലവിൽ ഒരുപാട് പേർ പ്രൊമോഷൻ സാധ്യതയുള്ളവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ തന്നെ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ഈ അധ്യാപകരെയൊക്കെ തന്നെ പുനഃക്രമീകരിക്കണം ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ ഉത്തരവ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. ഷാജാനി, ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഈ അധ്യാപകരുടെ പ്രതിഷേധത്തെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വന്നിരുന്നോ? തീർച്ചയായിട്ടും അത്തരം ഒരു മറുപടി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആലപ്പുഴ DD ഓഫീസിലേക്ക് അങ്ങനെ ഒരു ഉത്തരവ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അധ്യാപകരെയൊക്കെ തന്നെ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടത്. അല്ലെങ്കിൽ ആ ഉത്തരവ് തൽക്കാലം മരവിപ്പിച്ചുകൊണ്ടുള്ളൊരു ഉത്തരവ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ തന്നെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അധ്യാപകരൊക്കെ തന്നെ വീണ്ടും ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്.